കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് CPM-ന്റെ വേദിയിലെത്തിയത്. അതിന് പിന്നാലെ അവർക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അതായത് അവർ CPM-ന്റെ അനുഭാവിയാണെന്നും CPM-ന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതടക്കമുള്ള ഒരു ആരോപണങ്ങൾ അവർക്കെതിരെ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് അവർ ഇന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് തനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയില്ലെന്നും താൻ CPM-കാരി അല്ല എന്നുമാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. KJ ഷൈൻ ടീച്ചറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ വേദിയിൽ താൻ എത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർ പോയത് KJ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ നടന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചു നടത്തിയ ഒരു പരിപാടിയിലായിരുന്നു റിനി ആൻഡ് ജോർജ് അവിടെ എത്തുന്നത്. അപ്പം അതിനൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയതിൻ്റെ പേരിലായിരുന്നു ഇവർക്കെതിരെ ഈ ഒരു ആരോപണങ്ങൾ ഉയർന്നതും ഇന്ന് അവർ പത്രസമ്മേളനങ്ങൾ നടത്തിയതും എല്ലാം ചെയ്തത്. മാത്രമല്ല അവർ അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഇതുപോലെയുള്ള ഒരു സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് താൻ അവിടെ പോയതും എന്നും ആയിരുന്നു റിനി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നത്. ഓക്കെ, ശരി, നമുക്ക് അത് സമ്മതിക്കാം. അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കെതിരെ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ രംഗത്ത് വരേണ്ടത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതിന് നമുക്ക് യാതൊരുവിധ തർക്കമൊന്നുമില്ല. അത് രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ എല്ലാവരും തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതെല്ലാം നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. റിനി പോയത് ഏത് വേദിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം. കാരണം തീർച്ചയായിട്ടും അതൊരു CPM നയിക്കുന്ന അല്ലെങ്കിൽ CPM നടത്തിയ ഒരു പരിപാടിയാണ്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഈ സ്ത്രീ വിഷയങ്ങളിൽ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. നമുക്ക് എണ്ണം എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാകും. PK ശശി, P ശശി, പിന്നെ നമ്മുടെ വൈശാഖൻ, ആർഷോ, അങ്ങനെ ഒരുപാട് വലിയൊരു നിര തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇത്തരം പ്രതികളും അല്ലെങ്കിൽ ഇത്തരം ആരോപണ വിധേയരും നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ള കാര്യം റിനി ആൻഡ് ജോർജ് മറന്നുപോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ത്രീകളോട് അനുഭാവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോകാതിരിക്കേണ്ട ഒരു പാർട്ടി തീർച്ചയായിട്ടും CPM തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നന്നാകും. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം നടത്തുന്നത് എന്ന് മാത്രമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾക്കെതിരെ രാഹുൽ മാൻകൂട്ടം ഒരു അതിക്രമം നടത്തി, അല്ലെങ്കിൽ നിങ്ങളെ ലൈംഗികമായി സമീപിച്ചു എന്നതിൻ്റെ ഒരു പേരിലാണല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും, പേര് പറയാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അതൊരു വിവാദത്തിലോട്ട് പോകുന്നതും പിന്നീട് ഒരു മാസക്കാലം രാഹുൽ മാങ്കൂട്ടം വീടിന് പുറത്തിറങ്ങാതെ നിൽക്കുന്നതും പിന്നീട് അങ്ങനെ നാടകീയമായിട്ടുള്ള വലിയൊരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിന് ശേഷമാണല്ലോ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രതികരിക്കേണ്ടത് തന്നെയാണ്, നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അക്കാര്യത്തിൽ ഒരിക്കലും നമ്മളതിന് എതിർപ്പ് പറയുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പരാതി കൊടുത്തത് പാർട്ടിക്കുള്ളിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്നും ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുണ്ടെന്നും ഇവിടെ ഒരു ഭരണഘടനയുണ്ടെന്നും ഇവിടെ പോലീസും കോടതികളും നിയമ സംവിധാനങ്ങളും എല്ലാം ഉണ്ടെന്ന് ഉള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. പകരം നിങ്ങൾ നിയമസഹായം തേടാതെ നിങ്ങൾ ചെന്ന് പരാതി പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നീട് പാർട്ടിയിൽ ലഭിച്ച ആ പരാതി അവർ പരിഹരിച്ചില്ല എന്നും അവർ പറയുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 3 വർഷങ്ങൾക്കിപ്പുറം നിങ്ങളതൊരു ചാനൽ പരിപാടിയിൽ അത് തുറന്നു പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് തുറന്നു പറഞ്ഞതിനോടും എനിക്ക് എതിർപ്പൊന്നുമില്ല. തീർച്ചയായിട്ടും അത് തുറന്ന് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമസഹായം തേടാതിരുന്നത് എന്നതൊരു ചോദ്യം മാത്രമാണ്. നിങ്ങളത് പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതൊരിക്കലും ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് കാരണം നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് നീതി കിട്ടുക ഒരിക്കലും ഒരു പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നോ അല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടത് എന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. പകരം അതിന് പിന്നാലെ വരുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ വരുമ്പോൾ നിങ്ങളത് മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്
ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്, ഒരുപാട് അംഗങ്ങളുള്ളൊരു പാർട്ടിയാണ്, ഒരുപാട് പ്രവർത്തകരുള്ളൊരു പാർട്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഒരു ഇലക്ഷൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിനെ ഒരിക്കലും ഒരു എന്താ പറയുക, വളരെ സംശയത്തോടു കൂടി മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ നിലയിൽ വലിയ പ്രചാരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2026 ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരുമെന്നുള്ളൊരു പ്രതീതിയൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് പിന്നാലെ ഏതു വിധേനയും കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി വരുമ്പോൾ, അതായത് 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും CPM BJPയും മുന്നോട്ട് പോകുന്നത്. അപ്പം ഏത് വിധേനയും കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നിലപാടിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മുൻ വർഷങ്ങളിലും ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ആ ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളതും ഈ സമൂഹത്തിൽ, അതായത് ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ അത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആ ഒരു വിഷയത്തിലുള്ള കൂടുതൽ വ്യക്തതയുള്ള കുറേ ചിത്രങ്ങൾ പുറത്തു വരുന്നതും എല്ലാം പുറത്തു വരുന്നത്. അപ്പം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷ സർക്കാരിനെതിരെയും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു. അതായത് സ്വപ്ന സുരേഷിൻ്റെ അടക്കമുള്ള കേസുകൾ ഉയർന്നു വന്നിരുന്നു. ആ കേസുകളെല്ലാം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലും അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പം എന്തായാലും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്രയുള്ള സ്റ്റണ്ടുകൾ സാധാരണമാണ്. അതിൻ്റെ ഭാഗമാകാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു പാർട്ടിയുടെ ഭാഗമല്ല, കോൺഗ്രസിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നേതാക്കളുണ്ട്, അതിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കയ്യിലെ വടിയാകാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാത്രമല്ല, കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടും എന്നാണ് പറയാനുള്ളത്. അത് നിങ്ങൾ വിടണം. നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള വിവരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പുറത്ത് വിടുക തന്നെ വേണം. അതല്ലാതെ ഒരിക്കലും ഇത്തരത്തിൽ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്താതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി മാതൃക കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള MLA-മാർക്കെതിരെയും MP-മാർക്കെതിരെയും ഉയർന്നപ്പോൾ പോലും അവർ ഒരിക്കലും അതിനെതിരെ നടപടി സ്വീകരിക്കുക ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരെയെല്ലാം പുതിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് തിരികെ കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പുറത്തു വിടണം. അത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇതിൽ നിന്ന് പുറത്തുപോയി എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് ശുദ്ധമാകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കാനുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുകയല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.